സിസ്റ്റർ ഇപ്പൊ നമ്മള് ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പേരന്റിങ്ങില്, അതായത് ഇപ്പം ഞാൻ ജനിച്ചൊരു സാഹചര്യത്തിലായിരിക്കില്ല എൻ്റെ ഒരു കുട്ടി ജനിക്കുന്നത്. പക്ഷെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ അതേ സാഹചര്യത്തിൽ വളരുന്ന ഒരു കുട്ടിയായിട്ട്. ഞാനിപ്പോ 5 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയത്, നിനക്കൊക്കെ അത്ര നടക്കാൻ പറ്റുമോ? അങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളോട് ചോദിക്കുക. പക്ഷെ ആ കുട്ടി എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സാഹചര്യത്തിൽ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജനിക്കുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ ഈ കുറ്റപ്പെടുത്തലുകളും പഴിപറച്ചിലുകളും നടത്തുന്നത് ഈ പുതിയ പുതിയ വരുന്ന തലമുറയോട് അല്ലെങ്കിൽ ജനറേഷനോടാണ്. അപ്പൊ സിസ്റ്റർ ഒരു പേരന്റിങ്ങിലൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ പുതിയ ജനറേഷൻ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്, ഒന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും കമ്പാരിസൺ അതിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നിലപാടല്ലല്ലോ. ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ആർക്കും ഒരാളും ഒരാളെ പോലെ ഇല്ലല്ലോ. ദൈവം എല്ലാവരെയും യുണീക്ക് ആയിട്ടല്ലേ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ലിനറ്റിനെ പോലെ വേറൊരു ലിനറ്റ് ഇല്ല. ദൈവത്തിന്റെ സൃഷ്ടിയില് ലിനറ്റിന്റെ കഴിവുകള്, ലിനറ്റിന്റെ കുറവുകള്, ലിനറ്റ് എങ്ങനെ ആയിരിക്കുന്നോ ആ തമ്പുരാന്റെ ചായയോട് സാദൃശ്യത്തോടും കൂടി സൃഷ്ടിക്കപ്പെട്ട ആ വ്യക്തിയെ പോലെ വേറെ ആരുമില്ല. അപ്പൊ ആ ഒരു യുണീക്നെസ്സിനെ നമ്മൾ ബഹുമാനിക്കണം തീർച്ചയായിട്ടും. ഇപ്പൊ എന്നെ പോലെ തന്നെ ആകണമെന്ന് പറയാനും പറ്റില്ല. പക്ഷേ പലപ്പോഴും പേരൻസും ടീച്ചേഴ്സും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നു, നിങ്ങളുടെ ഒന്നും കാലഘട്ടത്തിൽ ഇങ്ങനല്ല. പക്ഷെ നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ടെക്നോളജി വളർന്നു, സാഹചര്യങ്ങൾ മാറി. അപ്പൊ ആ സാഹചര്യങ്ങളെ ബെനഫിറ്റ് എടുക്കുക എന്നുള്ളത് പുതിയ തലമുറയുടെ ഒരു ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ പഴയ തലമുറയ്ക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടാവും. പക്ഷെ കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ അത് കുട്ടികളെ സാരമായി ബാധിക്കുന്ന ഒരു സംഭവം. അത് ആരെ വെച്ച് കമ്പയർ ചെയ്താലും അവിടെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുക. യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു മെസ്സേജാണ് കുട്ടിക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഐഡന്റിറ്റി ബിലീഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് തെറ്റായിട്ടായി പോകും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടായി പോകും, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാണല്ലോ നമ്മളത് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും ഓരോ ജനറേഷനിലും ഇപ്പൊ ജെൻ എക്സില് അല്ലെ മില്ലനിയൽസിലൊക്കെ ഉണ്ടായത് അവരുടെ കാലഘട്ടത്തിലും ഹെൽത്തി ആയിട്ടുള്ളതും അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഉദാഹരണത്തിന് ജെൻഎക്സ് മില്ലനിയൽസിന്റെ ഒക്കെ കാലഘട്ടം, നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ചപ്പോ ഇപ്പൊ ലിനറ്റിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ടീസ് ചെയ്തിട്ടുണ്ടോ? കളിയാക്കിയിട്ടുണ്ട്. അത് എന്തിന്റെ പേരിലായിരിക്കാം കളിയാക്കുക? പ്രത്യേകിച്ച് ബോഡി ഷേമിംഗ് ആണ്. ബോഡിയുടെ പേരിൽ. ഇപ്പൊ വണ്ണമുള്ളവരെ നമ്മള് തടിയാന്ന് വിളിക്കും. നമുക്കൊരു ലജ്ജയില്ല. നമുക്ക് അങ്ങനെ വിളിക്കുന്നത് ഒരു തെറ്റാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ നല്ല കറുത്തിട്ടാണെങ്കിൽ കളറിന്റെ ബേസിൽ, വണ്ണത്തിന്റെ വെളിച്ചത്തില്, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളുടെ ഇപ്പൊ ആൾക്കൊള്ളായിട്ടുള്ള ഒരു അപ്പന്റെ മക്കളാണെങ്കിൽ അങ്ങനെ, ദാരിദ്ര്യത്തിന്റെ പേരിലാണ്, അങ്ങനെയൊക്കെ നമുക്ക് കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്താനോ സെഗ്രിഗേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് ആ തലമുറയിലുള്ളവർ അതൊരു വലിയ പ്രശ്നമല്ല. അതൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറയില് ആൽഫ അല്ലെങ്കിൽ ജെൻസി, അവർക്ക് അതൊരു ബോഡി ഷെയ്മിങ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും മനസ്സിലായത്? അത് ഉറപ്പായിട്ടും ഈ മീഡിയയിലൂടെയൊക്കെ വന്ന കുറച്ച് കാര്യങ്ങളിലൂടെ തന്നെയായിരിക്കും. അവർക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത്തിരി ബഹുമാനിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് പിടികിട്ടിയിട്ടുണ്ട്. അപ്പോ അന്നത്തെ കാലഘട്ടം അതിപ്പോ ചില കുട്ടികൾ പറയാറുണ്ട് പേരൻസിനോട്, ഇപ്പൊ എന്തെങ്കിലും കമന്റ് വണ്ടി ഓടിക്കുമ്പോ ഒക്കെ പറയുന്നു, അപ്പൊ അങ്ങനെ പറയല്ലേ, അത് ബോഡി ഷേമിങ്, അത് അവരെ വിധിക്കും, അവരെ ജഡ്ജ് ചെയ്യില്ല. അങ്ങനെ പിള്ളേരെ പേരൻസിനെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് കറക്റ്റാണ് സിസ്റ്റർ പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടും തമാശ, ടീച്ചറെ ബോഡി ഷേമിങ് അത് അവർ നമുക്ക് കറക്റ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിക്കണ്ടേ, നോക്ക് എന്നെ മെന്റലി ടീച്ചർ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് ഭയങ്കര അവയർനെസ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ഒരു കാര്യം പണ്ടൊക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു ഫിസിക്കൽ പണിഷ്മെന്റ് സ്കൂളുകളിൽ, അടിക്കുന്നു അല്ലെങ്കിൽ ആ ശിക്ഷണം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യവും വരാറുണ്ട്. പണ്ടൊക്കെ അടിച്ച് വളർത്തിയത് കൊണ്ട് ഒന്നും പറ്റിയില്ല, ഇപ്പൊ ഇന്നത്തെ ജനറേഷനെ എന്തുകൊണ്ട് അടിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഫിസിക്കൽ പണിഷ്മെന്റിനേക്കാളും നല്ല രീതിയിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പണിഷ്മെന്റ് വേണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ആ ലെവലിൽ വേദനിപ്പിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ അറിയാമെങ്കിൽ, ഇപ്പൊ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിവൈഫ് ഈ കുഞ്ഞിനുമുണ്ട്, നമുക്ക് പറയാനുള്ള ക്ഷമയുണ്ടെങ്കിൽ അതല്ലേ ഇത്തിരി സ്വീകാര്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ പണിഷ്മെന്റിനേക്കാളും ഇത്തിരി ഹെൽത്തി ആയിട്ട് ഈ കുഞ്ഞിന് കിട്ടുന്ന ശിക്ഷണ രീതി എന്ന് പറയുന്നത് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു TV കാണാനായിട്ടുള്ള സമയം ഇന്ന് കുറയ്ക്കുക. കുട്ടി ഒരു അനുസരണക്കേട് കാണിച്ചു, അപ്പൊ അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ ഒരു സംഭവം ഒരു പ്ലഷർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ, അല്ലെ കളിക്കാൻ, ഇന്ന് കളിക്കുന്ന സമയം 5 മിനിറ്റ് കുറച്ചു. അങ്ങനെയുള്ള പണിഷ്മെന്റ് ഈ അടി കൊടുക്കുന്നതിനേക്കാളും കിഴക്കുന്നതിനേക്കാളും
ഓക്കെ ത്രൂ ഡി ഇഫക്റ്റീവായിട്ട് സ്റ്റഡീസ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ളതിലേക്ക് മാറും. അപ്പം എല്ലാ തലമുറകളും അവർക്ക് ആർക്കും അവകാശപ്പെടാൻ പറ്റണമെന്നില്ല. ഞങ്ങളായിരുന്നു ഏറ്റവും നല്ലത്, ഞങ്ങളുടെ ആയിരുന്നു ബെസ്റ്റ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പോലെ ആകണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് ലോജിക്കില്ല. ലോജിക്കില്ല.